These are the days we are talking about the migration in different aspects. ഈ നാളുകളിൽ കുടിയേറ്റത്തെക്കുറിച്ച് ധാരാളം നമ്മൾ സംസാരിക്കുന്ന സമയമാണ്. Migration of the people from one place to another place. ഈ കുടിയേറ്റം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ളതാണ്. And at the same time there are migration taking place in our world view, in our thinking, and also in our world views. നമ്മുടെ ലോകവീക്ഷണത്തിലും നമ്മുടെ ചിന്താ പദ്ധതികളിലും ഈ കുടിയേറ്റ സംഭവങ്ങൾ നടക്കുന്നു. And there is a change of process happening in our value system also. നമ്മുടെ മൂല്യബോധത്തിലും ഈ ഗൗരവമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. This is one of the challenges we have faced in many other places. ഇത് വല്ലാത്ത ഒരു വെല്ലുവിളി നമ്മൾ ഈ നാളുകളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. And these are the days in the global level people are talking about the same sex marriage. ആഗോളതലത്തിൽ ഒരേ ലിംഗക്കാർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ഈ നാളുകളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 countries already legally approved the same sex marriage. 21 രാജ്യങ്ങൾ ഒരേ ലിംഗത്തിലുള്ളവരുടെ വിവാഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. And some of the young generation, the newly wedded couple, they don't want to have their own children, but they wanted to adopt the children. വിവാഹിതരാകുന്നതായ അനേക യുവതി യുവാക്കൾക്ക് തങ്ങളുടേതായ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്നും അതുകൊണ്ട് തന്നെ ദത്തെടുക്കുവാനും പലപ്പോഴും ആഗ്രഹിക്കുന്നു. Adoption is a very good approach, of course. ദത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. But for the motive behind for this couple decision is not right. എന്നാൽ അതിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. And they think that why should I go through the process of pain in my life? എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിധ കഠിനമായ വ്യഥകളിലൂടെ ഈ വിധത്തിൽ പോകുന്നത് എന്ന് പലപ്പോഴും യുവതി യുവാക്കൾ ചിന്തിക്കുകയാണ്. When I give birth a child, I may have to lose the beauty of my body. പലപ്പോഴും ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ എന്റെ ശാരീരിക സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. And this is another challenge we are faced by our present society. ഈ നാളുകളിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വല്ലാത്ത ഒരു പ്രതിസന്ധിയാണിത്. And in many of the cities, even in India, before the marriage, boy and girl are asked for the medical clearance whether they are fit for the marriage. ഭാരതത്തിൽ തന്നെ പല പട്ടണങ്ങളിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അവർ വിവാഹത്തിന് യോഗ്യരാണോ എന്നറിയുന്ന വൈദ്യ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. The boys wanted to check the virginity of the lady. സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കന്യാകത്വത്തെക്കുറിച്ച് പരിശോധന നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരികയാണ്. The girls wanted to check whether the boy is fit enough to get married with a girl. തന്നെ വിവാഹം കഴിക്കുന്ന പുരുഷൻ തനിക്ക് അനുയോജ്യനാണോ എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. This is what the scenario in which we are all called to meditate what the marriage is all about. ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. When you don't have the right perspective or understanding of the scripture, the families can be separated or go into different fragmentation by going through the process of divorce. വേദപുസ്തകത്തിലൂടെ ലഭ്യമാകുന്ന ശരിയായ വായനാ രീതികൾ മനസ്സിലാക്കലുകൾ ഇല്ലെങ്കിൽ പലപ്പോഴും വിവാഹ ജീവിതം കുടുംബജീവിതം താറുമാറാകാറുണ്ട്. And here the passage which was read to us talking about the divorce. ഈ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പരാമർശിച്ചതായ ഈ വേദഭാഗത്ത് വിവാഹമോചനത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Mark chapter 10 it is talking about when Jesus was there, the Pharisees asked, is it lawful for a man to give the right certificate and dismiss the wife? യേശുക്രിസ്തുവിനോട് പരീശന്മാർ ചോദിക്കുന്ന ചോദ്യം യാതൊരു കാരണത്താലെങ്കിലും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ന്യായമാണോ വിഹിതമാണോ എന്ന ചോദ്യമാണ്. And when Jesus asked in verse 4, the Moses permitted, this is what the response given by the Pharisees. അതുകൊണ്ട് തന്നെ പരീശന്മാരോട് ക്രിസ്തു മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ്. The Pharisees are very clear about the constitutions or the command what was given by Moses. പരീശന്മാർക്ക് മോശയിലൂടെ ലഭ്യമായ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായി അറിയാവുന്നവരാണ്. But they totally forgot the basic principles what the Lord laid on the family. എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായി ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് പലപ്പോഴും പരീശന്മാർ മറന്നുപോയിട്ടുണ്ട്. Many times we are also tempted to look into the constitution or the guidelines what is given by the country, then go into the scriptural understanding what the Bible talks about the family. പലപ്പോഴും രാജ്യം പറയുന്ന നിയമം പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനാണ് വേദപുസ്തകത്തെക്കാൾ കൂടുതൽ നമ്മൾ വിവാഹ ജീവിതത്തിൽ ശ്രമിക്കുന്നത്. So our Lord Jesus said, it is because of your hard-heartedness. Then he goes to your point to say that verse 6, but from the beginning of the creation. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് ആ വിധത്തിൽ ഒരു നിയമം മോശയിലൂടെ ലഭിച്ചത്, എന്നാൽ ഇപ്രകാരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So when you go through the disturbance in our family, instead of going to the vehicles or to the court, it is better to come and lay down our principles from the scripture. എന്നാൽ അതുകൊണ്ട് തന്നെ നിയമവശങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും അത്യാവശ്യമായ കാര്യം. So in the brief time we are going to meditate from
three different perspectives about our relationships. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം വിവാഹ ജീവിതത്തെക്കുറിച്ച് മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Number one, the factors which builds our family. നമ്മുടെ കുടുംബങ്ങളെ കെട്ടുപണി ചെയ്യുന്ന നിർമ്മിക്കുന്നതായ ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. Secondly, we are going to see the factors which breaks our relationships. നമ്മുടെ കുടുംബങ്ങളെ താറുമാറാക്കുന്ന തകർത്തു കളയുന്ന ചില ഘടകങ്ങളെ കുറിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. Thirdly, what are the factors which is going to bind our family life? നമ്മുടെ കുടുംബങ്ങളെ സംയോജിപ്പിക്കുന്നതായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. These three words are very important. ഈ മൂന്ന് കാര്യവും വളരെ പ്രധാനമാണ്. Build, നിർമ്മിക്കുക, cutting. The factors which breaks our family. നമ്മളെ തകർക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ. The factor which binds our family. നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്ന സംയോജിപ്പിക്കുന്ന കാര്യങ്ങൾ. So we will try to understand from the scripture, especially we'll go back to Genesis chapter 2 and 3 and understand what are the certain principles to build our lives. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-3 അധ്യായങ്ങളിൽ നിന്നുകൊണ്ട് കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബജീവിതം എന്തിലാണ് നിർമ്മിക്കപ്പെടേണ്ടതെന്ന് നമ്മൾ ധ്യാനിക്കും. It is always good to go back to the basics of our life. അതുകൊണ്ട് തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തിരികെ പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം. And Jesus started to talk about the purpose of the family. യേശുക്രിസ്തു കുടുംബജീവിതത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ദൈവ നിയോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു. If we wanted to build our family, we should understand what is the purpose God given family life. നമ്മുടെ കുടുംബജീവിതത്തെ നിർമ്മിക്കണമെങ്കിൽ കെട്ടുപണി ചെയ്യണമെങ്കിൽ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. And chapter 2 of Genesis, അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ verse 18 onward, it is talking about how Adam and Eve were able to meet as a husband and wife. അതുകൊണ്ട് 2-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ എങ്ങനെയാണ് ആദമും ഹവ്വയും ഒരു കുടുംബജീവിതത്തിന്റെ തുടക്കമുണ്ടായത്, അതിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്ന് യേശു വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. There are 5 factors involved in building the family life. 5 ഘടകങ്ങൾ ഇവിടെ കുടുംബജീവിതത്തെ കെട്ടുപണി ചെയ്യാൻ ആവശ്യമാണ്. The purpose of the family, number 1, is for companionship. ഈ കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത് സഖിത്വമാണ്, കൂട്ടാണ്. Chapter 2 verse 18 says it's not good that man should be alone. 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു. So the marriage is given for the companionship. അതുകൊണ്ട് തന്നെ കുടുംബം വിവാഹം അതുകൊണ്ട് സഖിത്വത്തിന് വേണ്ടിയാണ്, കൂട്ടിനു വേണ്ടിയാണ്. When one person falls, the other person should be able to stand and pick the person to move forward. ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ കൈ നീട്ടി ആ ആളിനെ എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. It is not a person goes forward or backward, a person who goes along with the other one. ഒരാൾ മുന്നിൽ പോകുന്നു മറ്റൊരാൾ പുറകിൽ പോകുന്നു എന്നുള്ളതല്ല, ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുന്നു. So the companionship is one falls, the other person should be able to rise it up. അതുകൊണ്ട് തന്നെ ഒരാൾ വീഴുമ്പോൾ ഈ കൂട്ടായ്മയിലൂടെ ഈ കൂട്ടിലൂടെ മറ്റൊരാൾ അതിനെ എഴുന്നേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. That's why when a person cries, the other person is able to encourage the other one. ഒരാൾ കരയുമ്പോൾ മറ്റൊരാൾ ആശ്വസിപ്പിക്കുന്ന ആവശ്യം ഇവിടെ ഉണ്ടാവുകയാണ്. And secondly, the Bible talks about the partnership. രണ്ടാമത് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പങ്കാളിത്തത്തെക്കുറിച്ചാണ്. And verse 23. 23-ാമത്തെ And വാക്യം. here to create Eve, God uses Adam. ഇവിടെ ഹവ്വയെ നിർമ്മിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആദത്തെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. Sovereign God can make Eve without the help of Adam. ഹവ്വയെ ദൈവത്തിന് ആദത്തെ കൂടാതെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. And this is one of the wonderful partnership that God brings to in order to bring Eve. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമാക്കുവാൻ ഹവ്വയെ ദൈവം തമ്പുരാൻ ആദത്തിലൂടെ സൃഷ്ടിക്കുകയാണ്. The Lord who is in spirit always uses the human being in order to bring something to glorify his name. ആത്മാവായിരിക്കുന്ന ദൈവം മനുഷ്യനിലൂടെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ചില പ്രവൃത്തികൾ ചെയ്യുന്നു. So in the partnership always both may not be having the same personality. അതുകൊണ്ട് തന്നെ ആണും പെണ്ണും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേപോലുള്ള പ്രവൃത്തി ആയിരിക്കുകയില്ല കുടുംബത്തിൽ നിർവഹിക്കേണ്ടത്. For a talkative lady always she gets a very silent husband. അതുകൊണ്ട് ധാരാളം സംസാരിക്കുന്ന സ്ത്രീക്ക് ചിലപ്പോൾ നിശബ്ദമായിരിക്കുന്ന ഒരു പുരുഷനെ ആയിരിക്കും ലഭിക്കുക. Same thing, ധാരാളം പേഴ്സൺ husband will get a very ordinary and a very a silent lady. ധാരാളം സംസാരിക്കുന്ന പുരുഷന് നേരെ വിപരീതമായ ഒരു സ്ത്രീയെ ആയിരിക്കും ലഭിക്കുക. God will not make any mistake in our lives. ദൈവം ഒരിക്കലും ഒരു മണ്ടത്തരം കാണിക്കുന്നില്ല. Normally the temptation is when the boy is talking so much, when the girl is not talking, paradi, always we talk and force the girl to talk so much. പുരുഷൻ ഒരുപാട് സംസാരിക്കുകയും പെൺകുട്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും സംസാരിക്കൂ എന്ന് നിർബന്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. So when you are not able to talk immediately, there is a kind of a inner struggle where the separation comes. അതുകൊണ്ട് തന്നെ പരസ്പര പൂരകമായി മുന്നോട്ട് പോകാൻ പറ്റുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അകൽച്ച ഉണ്ടാവുകയാണ്. More than 40% separation come in the first 2 years because of this simple matter. 40% ഈ വ്യത്യാസം വരുന്നത് പലപ്പോഴും
സംസാരത്തിലുണ്ടാകുന്ന അകൽച്ചകളിലൂടെ. My dear brothers and sisters, God will not make any mistake in bringing us together as a family. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ നമ്മളെ ഒരുമിച്ച് ചേർക്കുന്ന ദൈവം ഒരിക്കലും ഒരു മണ്ടത്തരം കാണിക്കുന്നില്ല. If we both are very talkative, it may become Indian Parliament or our state assembly. ഒരുപോലെ രണ്ടുപേരും സംസാരിക്കുകയാണെങ്കിൽ ഭാരതത്തിലെ പാർലമെന്റ് പോലെ ആയിത്തീരും. We know that what is happening sometimes in our parliament or in our assembly. നമുക്കറിയാം നമ്മുടെ അസംബ്ലിയിലും പാർലമെന്റിലും എന്താണ് ചില സമയത്ത് സംഭവിക്കുന്നതെന്ന്. God wants our house to be a bhavan. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ഭവനമാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. And thirdly, the family is given for the fellowship. മൂന്നാമതായി കുടുംബം ദൈവം നൽകിയിരിക്കുന്നത് ആഴമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. And here verse 23 it says that very beautifully how Adam was able to narrate, this is a bone out of my bone and flesh out of my flesh. അതുകൊണ്ട് ഈ 23-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ഇത് എൻ്റെ ശരീരത്തിന്റെ ഭാഗവും എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയുമാകുന്നു എന്ന് പറയുന്നു. So any fellowship, whether in the church or in the family, there should be a mutuality that we should be able to execute or exercise in our families. പരസ്പര പൂരകമായ സമത്വം ആവശ്യമാണ് ഈ ഭാഗങ്ങളിൽ. I joined IM as a missionary in the year 1991 after my theological studies. 1991 എൻ്റെ വൈദിക പഠനം കഴിഞ്ഞിട്ടാണ് IM-ൽ ഞാൻ പ്രവേശിച്ചത്. After 1992 my wife's completing her engineering in computer science, she joined as a missionary with Friends Missionary Prayer Band. 92 എൻ്റെ ഭാര്യ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ഈ IM-ൽ ശുശ്രൂഷയായി പ്രവേശിക്കുകയുണ്ടായി. So when our marriage proposal came, ഞങ്ങളുടെ മാരേജിന്റെ പ്രപ്പോസൽ ഉണ്ടായപ്പോൾ we talked about our calling also. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ദൈവവിളിയെക്കുറിച്ചും സംസാരിക്കാനിടയായി. Because I have to honor her calling. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ദൈവവിളിയെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. Then in 1995 we got married and journeying through our ministry. 95 ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഈ ദൈവവിളിയുടെ ഭാഗമായി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. So dignity is very much needed in our families. പരസ്പര പൂരകമായ ബഹുമാനവും അന്തസ്സും ഇവിടെ അത്രയോ ആവശ്യമാണ്. And if you want to operate the fellowship in our family, the transparency is very important. അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ സുതാര്യത വളരെ ആവശ്യമാണ്. And there are two aspects which we are not able to touch these days in our families. പലപ്പോഴും രണ്ട് കാര്യങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിൽ സുതാര്യത നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. One is the mobile, another is our purse. ഒന്ന് നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം, മറ്റൊന്ന് നമ്മളുടെ പണസഞ്ചിയുടെ ഉപയോഗം. Even our 10th class children, if they are having the mobile, they say that this is my mobile, don't touch it. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും സ്വന്തമായി മൊബൈൽ ഉണ്ടെങ്കിൽ ഇത് എന്റെ മൊബൈലാണെന്ന് പറയും. Now husband and wife both are working, but we cannot touch or see even their purse. രണ്ടുപേരും ഭാര്യയും ഭർത്താവും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് അവരുടെ പണസഞ്ചിയെ തൊടുവാൻ കഴിയുകയില്ല. We live in a globalized world. നമ്മൾ ഒരു ആഗോളപരമായ സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. And we talk so much on the consumerism. പലപ്പോഴും നമ്മൾ ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു. And we are divided within the families. നമ്മൾ കുടുംബജീവിതത്തിൽ അതുകൊണ്ട് ഭിന്നതയിലാണ്. And another aspect we should bring in our family is the accountability. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഏറ്റവും ആവശ്യമാകുന്നത് പരസ്പര ബഹുമാനത്തോടു കൂടെയുള്ള ഉത്തരവാദിത്വമാണ്, കണക്കിന്റെ ഉത്തരവാദിത്വമാണ്. So these are the four important components even in the fellowship we should be able to have in our family. കുടുംബജീവിതത്തിലെ കൂട്ടായ്മയിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന 4 പ്രധാന കാര്യങ്ങളാണിത്. The equality, ഇത് സമത്വം, the transparency, ഈ സുതാര്യത, and dignity, ഈ ബഹുമാനം, അന്തസ്സ്, accountability, ഈ പരസ്പരം പൂരകമായ നമ്മളുടെ കണക്കിൽ ഉത്തരവാദിത്വം. And fourthly, another thing we should have it along with companionship, partnership and fellowship is the stewardship in our family. ഇതിനോട് ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് കാര്യവിചാരകത്വമാണ്. And we are called to be the stewards as a family of God. ദൈവത്തിന്റെ കുടുംബം എന്ന നിലയിൽ ദൈവത്തിന്റെ വിഭവങ്ങളുടെ കാര്യവിചാരകരായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. And Genesis chapter 1 verse 26 it says that we are created in the image of God. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. So the greatest responsibility of the family is to reflect the image of God. അതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആത്യന്തിക നിയോഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിച്ഛായയെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. It is not reflecting our grandparents or our parents, it is reflecting the
image of God in and through our families. നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും മാതാക്കളെയും പ്രതിഫലിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. And God is calling us again to multiply. Verse 28 we see it in chapter 1 of Genesis. ഉൽപ്പത്തി 1:28 പറയുന്നു, ഈ ഒരു നിയോഗത്തിന് വേണ്ടിയാണ് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വർദ്ധമാനമായ അനുഭവങ്ങൾ സൃഷ്ടിക്കണമെന്ന്. And in our stewardship, God is calling us to reproduce a godly heritage, our children. ഈ കാരിക വിചാരത്വത്തിൽ ദൈവികമായ ഭാവങ്ങളെ സൃഷ്ടിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. That is reminded in Malachi chapter 2 verse 15. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഈ ദൈവിക പൈതൃകത്തെ കുറിച്ച് പറയുന്നു. And also a responsibility to be the resource manager of God given creation in our hands. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ കാര്യവിചാരകരാകുവാൻ ദൈവം നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുകയാണ്. These are the days we look into are going through the ecological concerns in all the places. ഈ നാളുകളിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായ ചിന്തകളും ചർച്ചകളും നമ്മൾ ചെയ്യുന്നുണ്ട്. We are stewards of God's creation. ദൈവത്തിന്റെ കാര്യവിചാരകർ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ കാര്യവിചാരകരാണ് നമ്മളെല്ലാവരും. And also we are called to remain faithful to the last breath of our life. അതുകൊണ്ട് തന്നെ നമ്മളുടെ അവസാന ശ്വാസം വരെ ദൈവത്തോട് വിശ്വസ്തരാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And the fifth aspect that we should be able to see in our family in building is our relationships. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തെ കെട്ടുപണി ചെയ്യാൻ ആവശ്യം എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. And chapter 2 verse 24 it says, therefore a man shall not leave his father and the mother. അതുകൊണ്ട് 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പനും അമ്മയും ഉപേക്ഷിച്ച് ഇതാ ഭാര്യയോട് പറ്റിച്ചേരുന്ന അവസ്ഥ. And they have to live, that means bring God in the center of their life. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അതിന്റെ മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. And I'm not going into the detail, but it's talking about the covenantal relationship the Lord gives to our family. ഈ വേദഭാഗത്തിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, എന്നാൽ ഇത് ഊന്നി പറയുന്നത് ഉടമ്പടി ബന്ധത്തെക്കുറിച്ചാണ്. One of the Malayalam song which I love to sing, Abraham in Devan, Isaac in Devan, Jacob in Devan. So it is the covenantal relationship the Lord brings in our family. എനിക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു മലയാള പാട്ടുണ്ട്, അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം. ഇത് ദൈവ സ്വഭാവത്തിന്റെ പ്രതിഫലനമാണ്. So this is a journey in which our family gets into the covenant of God. അതുകൊണ്ട് തന്നെ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതായ വലിയ ദൈവിക അനുഭവമാണ് ഇവിടെ സംജാതമാകുന്നത്. So this is God's expectation about our family. ഇതാണ് ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. So if you wanted to build our family, let's keep these 5 important factors in our families. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവ നിയോഗപ്രകാരം കുടുംബജീവിതത്തെ കെട്ടുപണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 5 കാര്യങ്ങളെ മുറുകെ പിടിക്കാം. Companionship, കൂട്ടായ്മ, സഖിത്വം, partnership, പങ്കാളിത്തം, fellowship, ആഴമുള്ള കൂട്ടായ്മ, relationships, ബന്ധങ്ങൾ, and then stewardship. കാര്യവിചാരകത്വം. And secondly, we'll see what are the factors which really breaks down our relationships. രണ്ടാമതായി നമ്മുടെ കുടുംബങ്ങളെ തകർത്തു കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. There are many factors we can talk about it. നമുക്ക് ധാരാളം കാര്യങ്ങൾ, ധാരാളം ഘടകങ്ങൾ ഈ കാര്യത്തിൽ കണ്ടുപിടിക്കാൻ But I സാധിക്കും. would like to stick with only chapter 2 and 3 of Genesis. ഉൽപ്പത്തി 2-3 അധ്യായങ്ങൾ മാത്രം നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. And the first factor which destroys mostly our family is the reactions. It may be in the name of anger. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പലപ്പോഴും നശിപ്പിച്ചു കളയുന്നത് നമ്മളുടെ പ്രകോപനപരമായ പ്രതികരണങ്ങളാണ്. When God did not honor the offering of Cain, the anger came. അതുകൊണ്ട് തന്നെ കയീന്റെ സമർപ്പണം ദൈവം സ്വീകരിക്കാതെ വന്നപ്പോൾ ഈ പ്രകോപനപരമായ പ്രതികരണം ഉണ്ടാവും. There are 2 approaches for every issues. എല്ലാ കാര്യങ്ങൾക്കും 2 വിധത്തിലുള്ള സമീപനങ്ങളുണ്ട്. One is reaction, other is response. ഒന്ന് എന്ന് പറയുന്നത് പ്രതിലോഭപരമായ പ്രതികരണമാണ്, മറ്റൊന്ന് സാധാരണ പ്രതികരണമാണ്. The response can build the relationship, the reaction can cut down our relationships. വളരെ പ്രകോപനപരമായ പ്രതികരണങ്ങൾ തകർത്തു കളയുന്നു, ബന്ധങ്ങളെ തകർത്തു കളയുന്നു. എന്നാൽ സ്നേഹപൂർവമായ പ്രതികരണങ്ങൾ ബന്ധങ്ങളെ നിർമ്മിക്കുന്നതാണ്. Number 1, allowing the emotions freely to tackle the issues. That is the number 1. നമ്മുടെ വികാരങ്ങളെ സ്വാഭാവികമായി വിടുന്നതാണ് ഒന്നാമത്തെ പ്രതികരണം. And secondly, always the blame game that happens in our family. രണ്ടാമത് നമ്മുടെ കുടുംബത്തെ തകർത്തു കളയുന്നത് പരസ്പരം കുറ്റപ്പെടുത്തലുകളാണ്. And when God came to Adam and Eve, both did not own the fault that they made. ദൈവം ആദത്തെയും ഹവ്വയെയും സന്ദർശിച്ചപ്പോൾ രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. Always we are not trained or
tuned ourselves to accept our own failures. പലപ്പോഴും നമ്മളുടേതായ പരാജയങ്ങളെ അംഗീകരിക്കുവാൻ നമ്മൾ പരിശീലിക്കപ്പെട്ടിട്ടില്ല. Always we throw the issue to the other person. നമ്മളുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളുടെയും കാരണത്തെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുവാൻ പലപ്പോഴും ശ്രമിക്കും. And the third issue normally we face is the communication gap. മൂന്നാമത്തെ നമ്മുടെ കുടുംബജീവിതത്തെ തകർത്തു കളയുന്നത് ആശയപരമായ അകൽച്ചകളാണ്, ഇടർച്ചകളാണ്. Okay, when Eve received the fruit in her hands, ഇതാ ഹൗവ തന്റെ ഈ പഴം കയ്യിൽ സ്വീകരിക്കുമ്പോൾ there should have been time for her to consult even with Adam. എന്നാൽ തന്റെ ഭർത്താവുമായിട്ട് ഇതിനെക്കുറിച്ച് ആശയസംവേദനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. In the globalization, these are the days we are pressurized to take that decision even without the help of other person. ഈ ആഗോളവൽക്കരണ ലോകത്തിൽ പലപ്പോഴും ആശയസംവേദനം കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്. In a month, almost 15 days I go out for the ministry. പലപ്പോഴും 15 ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ One of the guidelines what we have in our family is പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് anything routine, my wife takes care of it without even my permission or consulting with me. എന്റെ കുടുംബത്തിന്റെ ഏത് കാര്യങ്ങൾ വരുമ്പോൾ എന്റെ ഭാര്യ ആ കാര്യത്തിൽ ഗൗരവമായ നേതൃത്വം നൽകുന്നു. Whenever something to do more than 1,000 rupees, always she waits and then we take the decision together. 1000 രൂപയെ കൂടുതൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ പലപ്പോഴും അവള് വിശ്രമിച്ചിട്ട് എന്റെ ആവശ്യം, എന്റെ അഭിപ്രായം ആരായുകയാണ്. It is not male domination that we bring over here. അത് എന്ന് പറയുന്നത് ഒരു പുരുഷാധിപത്യമല്ല. We are there to play the mutual responsibility. പരസ്പര പൂരകമായ ഒരു കാര്യനിർവഹണം ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. Every time a person goes through 3 phases in their lives. എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. Normally all go through 3 phases in their life. സാധാരണഗതിയിൽ എല്ലാവരും 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. First is the dependent life. ഒന്നാമത് എന്ന് പറയുന്നത് മറ്റൊരിൽ ആശ്രയിക്കുന്ന അവസ്ഥയാണ്. For everything we depend upon our parents till we complete our studies. പലപ്പോഴും നമ്മുടെ പഠനം തീരുന്നതുവരെയും നമ്മുടെ മാതാപിതാക്കളിൽ നിരന്തരം ആശ്രയിക്കുന്നു. Second is the independent life. മറ്റൊന്ന് എന്ന് പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയാണ്. We take the decision on our own, we use our money on our own. അതുകൊണ്ട് തന്നെ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ തന്നെ എടുക്കുന്നു, നമ്മളുടെ പണം നമ്മൾ തന്നെ ചെലവാക്കുന്നു. Third is the interdependent life. മൂന്നാമത്തെ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കാര്യങ്ങളെ ചെയ്യുന്ന അവസ്ഥയാണ്. Where we have to consult with each other after our marriage. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഭാഗമായി അത് കഴിയുമ്പോൾ പരസ്പര പൂരകമായ കാര്യങ്ങളെ നിർവഹിക്കുന്ന അവസ്ഥയുണ്ടാവും. Time to talk to each other. പരസ്പരം സംസാരിക്കുവാൻ സമയം കണ്ടെത്തുന്ന അവസ്ഥ. Thirdly, we will go into one aspect how we can bind our family. നമ്മുടെ കുടുംബങ്ങളെ കെട്ടുപണി ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാന ഘടകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നോക്കാം. In Ephesians chapter 5 and 6 we come across beautiful statements. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വളരെ മനോഹരമായ ചില ചിന്തകൾ നമ്മുടെ മുമ്പിൽ നൽകുന്നു. 5th and 6th chapter is talking about the family. 5-ഉം 6-ഉം അധ്യായങ്ങളിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. Wives, submit to your husbands. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പറയും. Husbands, love your wives. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്ന് പറയും. Children, obey to your parents. മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ എന്ന് പറയും. All these verbs are very important. ഈ വാക്യങ്ങളെല്ലാം വളരെ പ്രധാനമാണ്. Submit, ഏൽപ്പിച്ചു കൊടുക്കുക, വിധേയപ്പെടുക എന്ന് പറയും. love, സ്നേഹിക്കുക, obey. അനുസരിക്കുക. The model is our Lord Jesus Christ. ഇതിന്റെ മാതൃക എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. The love of God should come in our lives. യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. The love of God should penetrate in our families. നമ്മളുടെ കുടുംബജീവിതത്തിലേക്ക് ദൈവസ്നേഹം ആഴ്ന്നിറങ്ങേണ്ടതായിട്ടുണ്ട്. Let us fix our eyes upon the cross. നമ്മൾ നമ്മുടെ കണ്ണുകളെ കുരിശിൽ പതിപ്പിക്കാം. Let Jesus become our model. യേശുക്രിസ്തു നമ്മുടെ മാതൃകയായി തീരട്ടെ. And Romans chapter 5 verse 8 it talks about the love of God from one angle, how God loved us. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പരാമർശിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. God demonstrated his love when we remained in sin. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം തന്റെ സ്നേഹത്തെ നമ്മളോട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. God demonstrated his love upon our lives when we remained in sin. നമ്മൾ പാപത്തിൽ മുഴുകി ജീവിച്ചപ്പോൾ ദൈവം തന്റെ സ്നേഹം വളരെ വ്യക്തമായി നമ്മളോട് പ്രദർശിപ്പിച്ചു. In our limitation God loved us. നമ്മളുടെ പരിമിതികളിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. In our shortcoming God loved us. നമ്മുടെ കുറവുകളിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. In our imperfection God loved us.
നമ്മളുടെ അപൂർണതകളിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. Many times we always wanted to enjoy our relationship with the people who are able to come according to our levels. പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മൾക്ക് സമനരായിരിക്കുന്നവരുമായിട്ട് സന്തോഷം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. We are not able to come down to the standard of other people. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു ലെവലിലേക്ക് തലത്തിലേക്ക് താഴ്ന്നു വരാറില്ല. God is calling us to celebrate the love in our family. ദൈവം നമ്മളെ ക്ഷണിക്കുന്നത് ദൈവ സ്നേഹത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. And in the process of doing this, probably we may have to love and forgive other people. ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് മറക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. And God is calling us to have that understanding of Christ's love. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മനസ്സിലാക്കൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Loving the people below our expectation. നമ്മുടെ സാഹചര്യത്തിലും മനസ്സിലാക്കലിനും താഴെയുള്ളവരെയും ആഴത്തിൽ സ്നേഹിക്കുക എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. Sometimes you may say that I am a very smart person, I cannot do those things. പലപ്പോഴും നമ്മൾ പറയും ഞാൻ സമർത്ഥിയായ വ്യക്തിയാണ്, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. I am a very perfectionist, I cannot forgive others. ഞാൻ പലപ്പോഴും പൂർണ്ണനായ വ്യക്തിയാണ്, എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. Brothers and sisters, by having all these things, if you destroy the relationship, what we are going to take it to the heaven? ഈ പൂർണ്ണതയിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞാൽ നമ്മൾക്ക് സ്വർഗ്ഗത്തിൽ എന്താണ് കൊണ്ടുപോകാൻ? ഈ സുവിശേഷ സംഘം വലിയ അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിന് മുഴുവൻ വെളിച്ചമായി ജനങ്ങൾക്ക് മുഴുവൻ സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്ന ദൈവവചനം ലോകത്തിന് വെളിച്ചമായി തീർന്നിരിക്കുന്നു. ലോകത്തിന് എല്ലായിടത്തും ദൈവവചനം കേൾപ്പാനും അറിയുവാനും മനസ്സിലാക്കുവാനും ലോകത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും അതൊരു പ്രത്യാശയ്ക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഇടയായിത്തീരുന്നു. പ്രത്യേകിച്ച് ഈ ഇന്ത്യ രാജ്യത്തിനും കേരള സംസ്ഥാനത്തിനും ഇവിടെ വസിക്കുന്ന ദൈവജനങ്ങൾക്ക് എല്ലാവർക്കും നന്മയ്ക്കും കരുണയ്ക്കും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഇത് ഇടയായി തീർന്നിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശുദ്ധ വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു.